നടി ലക്ഷ്മിപ്രിയക്കെതിരെ നിയമ നടപടിയുമായി അൻസിബ. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. തൃപ്പൂണിത്തുറ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, നേരത്തെ തന്നെ അൻസിബ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ കോടതിയെ സമീപിക്കുന്ന നിയമ നടപടി തുടരുമെന്ന്. പക്ഷേ കൃത്യമായും അതിന് യാതൊരു തെളിവുമില്ല. ലക്ഷ്മിപ്രിയക്കെതിരെ ലക്ഷ്മിപ്രിയ എങ്ങനെ തന്നെക്കുറിച്ച് അങ്ങനെ മോശമായി പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയതും. ഇനി ഏത് രീതിയിലാണ് ഈ നിയമ നടപടിയുമായി ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്? ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അൻസിബ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, തൃക്കാക്കര തൃപ്പൂണിത്തുറ വനിതാ SI രേഷ്മയ്ക്കും അതുപോലെ ലക്ഷ്മിപ്രിയയ്ക്കും എതിരെയുള്ള പരാതിയിൽ പോലീസ് നടപടിയെടുത്തിട്ടില്ല. അൻസിബയുടെ പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അതിൽ കേസെടുക്കാനാകില്ല എന്ന് പറഞ്ഞാണ് ഈ പരാതി തള്ളുന്നത്. അത്തരത്തിലൊരു നടപടി, അതായത് ഈ പരാതിയിൽ നടപടിയെടുക്കാനാകില്ല എന്നുള്ള തൃക്കാക്കര ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻസിബ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറ കോടതിയിലാണ് സ്വകാര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കെതിരെയും അതുപോലെ ലക്ഷ്മിപ്രിയക്കെതിരെയും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷിനെതിരെയും നടപടിയെടുക്കണമെന്നാണ് ഇതിൽ അൻസിബയുടെ ആവശ്യം. അങ്ങനെയാണ് ആ ആവശ്യം ഉന്നയിച്ചു തന്നെയാണ് ലക്ഷ്മിപ്രിയ ഇപ്പോൾ അൻസിബ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നേരത്തെ നമുക്കറിയാം, ഈ ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു വോയിസ് മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അൻസിബയെ ചോദ്യം ചെയ്യാൻ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വനിതാ സെൽ SI വിളിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും തുടർന്ന് മാപ്പെഴുതി വാങ്ങിയ ശേഷമാണ് തന്നെ വിട്ടയച്ചതെന്നായിരുന്നു അൻസിബയുടെ പരാതി. അങ്ങനെയാണ്. അതേസമയം 1 മണിക്കൂർ മാത്രമേ അൻസിബ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ACPയുടെ റിപ്പോർട്ട്. അങ്ങനെയാണ്. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഇത്തരത്തിൽ മാനസിക പീഡനമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ SIക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയില്ല എന്ന് തന്നെയാണ് ഇതിൽ ACPയുടെ റിപ്പോർട്ട്. അങ്ങനെയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻസിബ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് രാജിവെച്ച ശേഷമാണ് അൻസിബ ഈ പരാതിയുടെ മുന്നോട്ട് നീങ്ങുന്നത്. അത് മാത്രമല്ല, ടിനി ടോമിനെതിരായ പരാതി നിലനിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കൽ, നടപടിക്രമങ്ങൾ, മറ്റ് നടപടികൾ ഉണ്ടെങ്കിൽ പാലിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ലക്ഷ്മിപ്രിയ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഈ ലക്ഷ്മിപ്രിയയ്ക്കും അതുപോലെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SIക്കും എതിരെയുള്ള നടപടിയിൽ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. കോടതിയിൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്നാണ് അൻസിബയുടെ ആവശ്യം. അങ്ങനെയാണ്. എന്തായാലും ഈ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവ് ജയേഷിനും അതുപോലെ ഈ വനിതാ SI രേഷ്മയ്ക്കുമെതിരെയാണ് കോടതിയിൽ സമീപിച്ചിട്ടുള്ളത്. ടോം, അതോടൊപ്പം ഈ ടിനി ടോമിനെതിരെ അൻസിബയുടെ നിയമ പോരാട്ടം തുടരുന്നുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടവന്ത്ര പോലീസിൻ്റെ വിഷയത്തിൽ, അതായത് അൻസിബയുടെ പരാതിയിൽ, ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ കടവന്ത്ര പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസമാണ് നീനാക്കുറുപ്പിനെ മൊഴിയെടുത്തത്. കടവന്ത്ര പോലീസ് വീട്ടിലെത്തിയിട്ടാണ് നീനാക്കുറുപ്പിന്റെ മൊഴിയെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ടിനി ടോം പറഞ്ഞത് പ്രൊഡക്ഷൻ കൺട്രോളിന്റെ മകനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേസമയം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ മകൻ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തന്നെ അത്തരത്തിൽ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അത് മാത്രമല്ല, നീനാക്കുറുപ്പും ഇത്തരത്തിൽ അൻസിബയ്ക്കെതിരെ, അതായത് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമുണ്ടായ തമാശ വർത്തമാനങ്ങളിൽ
വിശദീകരണങ്ങളിലോ ആയിട്ടാണ് ടിനി ടോം അൻസിബയ്ക്കെതിരെ പറയുന്നതും അൻസിബ ഈ ഇത്തരത്തിൽ മതം മാറ്റാൻ ശ്രമിക്കുന്ന ആളാണ്, ജിഹാദിയാണ് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയതെന്നുള്ള തരത്തിലുള്ള വിശദീകരണമാണ് നീനാക്കുറുപ്പും നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് നീനാക്കുറുപ്പിന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അൻസിബ നമുക്കറിയാം മാധ്യമങ്ങളോട് പ്രതികരിച്ച സാഹചര്യത്തിൽ ടിനി ടോം സാമൂഹ്യ വിപത്താണ്, ഇത്തരത്തിൽ മതപരമായി തന്നെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവഹേളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നടപടി വേണം, അത് സാമൂഹ്യ വിപത്താണ് ടിനി ടോം എന്നുള്ള തരത്തിലാണ് അൻസിബ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും. അങ്ങനെയാണ് എന്തായാലും ടിനി ടോമിനെതിരായ പരാതിയിലുള്ള നിയമ നടപടികൾ തുടരുകയാണെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല അമ്മയുടെ ജൽബോർഡ് യോഗം 21-ാം തീയതി ചേരുകയാണ്. ഈ ടിനി ടോമുമായിട്ടുള്ള വിഷയത്തിൽ അൻസിബ നൽകിയിരിക്കുന്ന മറുപടി അത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഒരുപക്ഷെ അമ്മ എക്സിക്യൂട്ടീവിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജൽബോർഡിക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ജൽബോർഡ് നടക്കുന്ന ആ ദിവസമായിരിക്കും. തീർച്ചയായും ഈ ഒരു വിവാദമുണ്ടായ ശേഷം ആദ്യമായിട്ടാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. ഈ വിഷയം, അതായത് അൻസിബ ഉന്നയിക്കുന്ന വിഷയം യോഗം ചർച്ച ചെയ്യുമോ? അൻസിബ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു തൻ്റെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന്. പക്ഷെ തനിക്ക് അമ്മയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അമ്മ നേതൃത്വം പറയുന്നത് അങ്ങനെ ആരുടെ ഭാഗത്ത് മൊത്തത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്ന്. ഈ നിയമ നടപടിക്കപ്പുറം അങ്ങനെ അൻസിബ എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അമ്മയുടെ ഭാഗത്തു നിന്നും ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ ഇരു വിഭാഗത്തെയും കേൾക്കാൻ ചർച്ച ചെയ്യാനുള്ള ഒരു നീക്കങ്ങൾ ഈ താരസംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അമ്മയ്ക്ക് ഈ അൻസിബ മറുപടി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ മറുപടി ചർച്ച ചെയ്തില്ല. അതേസമയം ജനറൽ ബോഡി 21-ാം തീയതി ജനറൽ ബോഡി ചേരേണ്ടതുള്ളത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ, അതായത് അതിലുള്ള മെമ്പർമാരെയെല്ലാം ഔദ്യോഗികം അറിയിക്കുകയും അതല്ലെങ്കിൽ തുടങ്ങിയ ഒരുപാട് നടപടിക്രമങ്ങൾ ഉള്ളത് കൊണ്ടും അത്തരം നടപടികളിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഈ അമ്മയ്ക്കുള്ളത് കൊണ്ടാണ് അത് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാമെന്ന് അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ശേഷമോ അതിന് തൊട്ടു മുൻപായോ ചർച്ച ചെയ്യാമെന്നുള്ള ഒരു നീക്കത്തിലേക്ക് അമ്മ നീങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് അമ്മ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇതിനകം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗങ്ങളിലൊക്കെയും അമ്മയുടേതായ മറ്റ് ഔദ്യോഗിക കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ള തീരുമാനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ജനറൽ ബോഡി 21-ാം തീയതി ചേരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അൻസിബയുടെ പരാതിയുമായി ബന്ധപ്പെട്ടും ടിനി ടോമിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അൻസിബ മറ്റും ഇവർക്ക് അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന മറുപടിയുമായി ബന്ധപ്പെട്ടുമുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.